കൊണ്ടുവന്നു. സുഷേണൻ രാമപാദങ്ങളിൽ നമസ്കരിച്ച് ലക്ഷ്മണനെ രക്ഷിക്കാനുള്ള ഔഷധം വളരുന്ന പർവ്വതത്തിന്റെ പേര് പറഞ്ഞുകൊടുത്തു. ആ അമൂല്യമായ ഔഷധം കൊണ്ടുവരാൻ ആരെയാണ് അയക്കേണ്ടതെന്നാലോചിച്ചുകൊണ്ടിരിക്കെ ഹനുമാൻ രാമന്റെ പാദപത്മങ്ങളിൽ പ്രണമിച്ചു. അത് കൊണ്ടുവരാൻ തന്നെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ രാമൻ ആ ദൗത്യം ഹനുമാനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ചാരന്മാരിലൊരാൾ വൈദ്യനായ സുഷേണൻ രാമസന്നിധിയിലേക്ക് പോയിട്ടുണ്ടെന്ന് രാവണനെ അറിയിച്ചു. രാവണൻ കാലനേമിയുമായി പുതിയ സംഭവവികാസങ്ങളെയും അവയുടെ ഫലങ്ങളെയും സംബന്ധിച്ച് സംസാരിച്ചു. കാലനേമി മറുപടി പറഞ്ഞു, രാവണാ, ഈ ഹനുമാനുണ്ടല്ലോ, അസാമാന്യനാണ്. നിങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹം ലങ്കയ്ക്ക് തീ കൊളുത്തിയല്ലേ? ഹനുമാനെ ജയിക്കാൻ എനിക്ക് പ്രത്യേകമായി എന്തു വൈദ്യമോ ശക്തിയോ ആണുള്ളത്? ശരിയായത് ചെയ്യാനുള്ള സമയം ഇനിയും കഴിഞ്ഞിട്ടില്ല. രാമനെ ജയിക്കാൻ സാധ്യമാണെന്ന അസംബന്ധമായ അഭിപ്രായം അങ്ങ് ഉപേക്ഷിക്കുക. പോകൂ, രാമപാദങ്ങളിൽ അഭയം പ്രാപിക്കൂ. അങ്ങേക്കതാണ് നന്ന്. താങ്കളുടെ ദുരഭിമാനവും മർക്കടമുഷ്ടിയും വിട്ടുകളയൂ. കാലനേമി രാവണന് നല്ല ഉപദേശങ്ങൾ നൽകി. പക്ഷേ രാവണന് വേണ്ടത് മറ്റൊന്നായിരുന്നു. അതിനാൽ ക്രോധം മൂലം വിറച്ചുകൊണ്ട് അദ്ദേഹം കാലനേമിയോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറാണോ? അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. രാവണനാൽ വധിക്കപ്പെടുന്നതിനേക്കാൾ രാമന്റെ കയ്യാലെ മരിക്കുകയാണ് ഏറെ ഗുണകരമെന്ന് കാലനേമി തീർച്ചപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹം രാമന്റെ താവളത്തിലേക്ക് പോയി. തന്റെ ജാലവിദ്യാവൈദ്യം കൊണ്ട് മനോഹരമായ ക്രീഡാവനത്തിന്റെ മധ്യത്തിൽ ഒരു തടാകം സൃഷ്ടിച്ചു. ഒരു ഋഷിയുടെ വേഷത്തിൽ അതിന്റെ തീരത്ത് ധ്യാനിഷ്ഠനായി സ്ഥിതി ചെയ്തു. മൃതസഞ്ജീവനി വളരുന്ന പർവ്വതവും തേടിപ്പോകുന്ന ഹനുമാൻ മേഘനാഥനുമായുണ്ടായ യുദ്ധത്തിനുശേഷം വിശ്രമിച്ചിട്ടില്ലായിരുന്നു. അതുമൂലം തളർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അല്പനിമിഷങ്ങളോളം വിശ്രമവും തടാകത്തിലെ ശീതളജലം കൊണ്ട് ദാഹശമനവും കഴിഞ്ഞാൽ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാമെന്ന് മാരുതിക്ക് തോന്നി. ഹനുമാൻ ഋഷിയുടെ സമീപമെത്തി. ഹനുമാൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയും രാമന്റെ പ്രവർത്തനങ്ങളെയും വൈശിഷ്ട്യങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അദ്ദേഹം സന്തുഷ്ടനായി. അദ്ദേഹം രാമ എന്നു പഠി. വേഷപ്രച്ഛന്നനായ കാലനേമി വായുപുത്രനോട് പറഞ്ഞു, അല്ലയോ വാനരാ, രാമരാവണന്മാർ തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് അത് എല്ലാ ദിവസവും വീക്ഷിച്ചു വരികയാണ്. അതിൽ അതിവേഗം രാമൻ വിജയിക്കുമെന്നതിൽ സംശയമില്ല. ഇതുകേട്ട് ഹനുമാൻ അത്യന്തം സന്തോഷിച്ചു. തനിക്ക് വല്ലാത്ത ദാഹമുണ്ടെന്ന് അദ്ദേഹം സന്യാസിയോട് പറഞ്ഞു. തന്റെ ജലപാത്രത്തിൽ ശീതജലമുണ്ടെന്നു പറഞ്ഞ് സന്യാസി ആ പാത്രം ഹനുമാൻ നീട്ടിക്കാണിച്ചു. ഹനുമാൻ പറഞ്ഞു, ഗുരോ, ഇതിലുള്ള സ്വൽപ്പം ജലം കൊണ്ട് എന്റെ ദാഹം തീരുകയില്ല. അപ്പോൾ സന്യാസി അടുത്തൊരു തടാകമുണ്ടെന്നും അതിലെ ശീതജലത്തിലൊന്നു മുങ്ങി അതിൽ നിന്ന് ജലം പാനം ചെയ്ത് ദാഹം തീർത്താൽ വളരെ ഉന്മേഷമുണ്ടാകുമെന്നും പറഞ്ഞു. ഹനുമാൻ സമ്മതിച്ചു. മഹർഷി കാണിച്ചുകൊടുത്ത തടാകത്തിലേക്ക് നടന്നു. അദ്ദേഹം തടാകത്തിലിറങ്ങി. കാലുകൾ വെള്ളത്തിലാണ് തൊട്ടുകൂടി ഒരു മുതല വെള്ളത്തിൽ നിന്നും പൊന്തിവന്നു. ഹനുമാന്റെ കാല് വായിലാക്കി. ഹനുമാൻ ഉടനെ കാല് കൂടഞ്ഞു കളഞ്ഞ് അതിനെ കൊന്നു. മുതലയുടെ ജീവിതം അവസാനിച്ചതുകൂടി തേജസ്വിയായ ഒരു സ്വർഗീയ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഈ ദർശനം ഹനുമാനെ ആശ്ചര്യപ്പെടുത്തി. ആവിർഭൂതമായ രൂപത്തോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്? അല്ലയോ രാമസേവക, അങ്ങയെ കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചതുകൊണ്ടും എന്റെ പാപഭാരം ഉരുകിപ്പോയി. കാലനേമിയും ഞാനും ഗന്ധർവന്മാരാണ്. ഞങ്ങൾ ഇരുവരും ഇന്ദ്രസഭയിലെ ഗായകന്മാരായിരുന്നു. ഒരു ദിവസം മുൻകോപത്തിനു പേരുകേട്ട ദൂർവാസാവു മഹർഷി ഇന്ദ്രസഭയിൽ വന്നു. ഞങ്ങളുടെ ദൃഷ്ടി ആ വികൃതവും ഭീകരവുമായ രൂപത്തിൽ പതിച്ചപ്പോൾ ഞങ്ങൾ ഇരുവരും പൊട്ടിച്ചിരിച്ചു. ഇതുകണ്ട് കോപാക്രാന്തനായ മഹർഷി ഭൂമിയിൽ പിറക്കുവിനെന്ന് ഞങ്ങളെ രാക്ഷസന്മാരായി കെട്ടിപ്പടിച്ച് ഞങ്ങൾ ദയയ്ക്കായി ശപിച്ചു. അദ്ദേഹത്തിന്റെ അലിവും തോന്നി. അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ ലങ്കയിലാണ് ജനിക്കുക. ത്രേതായുഗത്തിന്റെ അവസാനം ഭഗവാൻ മഹാവിഷ്ണുരാമനായി അവതരിക്കും. അന്ന് രാമനും ലങ്കാരാജാവും തമ്മിൽ ഭയങ്കരമായൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ രാമസഹോദരനായ ലക്ഷ്മണൻ ശക്തിയെന്ന ആയുധമേറ്റ് മാരകമായ മുറിവേൽക്കും. രാമന്റെ ഭക്തനും സേവകനുമായ ഹനുമാൻ സഞ്ജീവിനിഗിരിയിലേക്ക് ഔഷധമന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കും. നിങ്ങൾ രണ്ടാളും അദ്ദേഹവുമായി അന്ന് ബന്ധപ്പെടും. അങ്ങനെ ശാപവിമുക്തരായിത്തീരുകയും ചെയ്യും. അല്ലയോ വാനര, ഇതിനടുത്ത് താമസിക്കുന്ന ഋഷി താങ്കളെ ഇങ്ങോട്ടയച്ച ആൾ ഋഷിയല്ല. അദ്ദേഹം വേഷപ്രച്ഛന്നനായ രാക്ഷസനാണ്. കാലനേമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹനുമാൻ കാലനേമിയെ സമീപിച്ച് അയാളുടെ ചെവിയിൽ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, പ്രിയ ഗുരോ, അങ്ങെന്നെ പഠിപ്പിച്ച പാഠത്തിനു പകരമായി ഞാൻ അങ്ങേക്ക് ചെയ്യുന്ന ഈ സമർപ്പണം സ്വീകരിച്ചാലും. അങ്ങ് എന്റെ ഗുരുനാഥനാണ്. അങ്ങേക്ക് ഞാൻ ദക്ഷിണ തരേണ്ടതുണ്ട്. വെള്ളം കുടിച്ച് ദാഹം തീർക്കാൻ പോയ ഹനുമാൻ ഇത്ര വൈകിയതെന്താണെന്ന് കാലനേമി അത്ഭുതപ്പെട്ടു.
ആ തടാകത്തിൽ മുതലയായി ജീവിച്ച് ശാപമനുഭവിക്കുന്ന തന്റെ സഹോദരനിൽ നിന്ന് തന്റെ യഥാർത്ഥ രൂപവും ചരിത്രവും അറിയാനെടുത്ത സമയമായിരിക്കും അതിന് കാരണമെന്ന് അദ്ദേഹം ഊഹിച്ചു. അതുകൊണ്ട് കാലനേമി തന്റെ മുമ്പിൽ നിൽക്കുന്നയാളെ മനസ്സിലാകാതിരിക്കത്തക്ക വിധം അത്ര അഗാധമായ ധ്യാനത്തിൽ നിമഗ്നനായിരിക്കുകയാണെന്ന് നടിച്ചു. കാലനേമിയുടെ വേഷപ്രച്ഛന്നത ഹനുമാൻ മനസ്സിലായിരുന്നല്ലോ. അദ്ദേഹം കാലനേമിയുടെ കഴുത്തു പിടിച്ച് ശക്തിയായി തിരിച്ചിട്ടു. രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് കാലനേമി മൃതിയടഞ്ഞു. ജഡം കാലുകൊണ്ട് തട്ടിനീക്കി ഹനുമാൻ ദ്രോണപർവ്വതനിര നോക്കി തിരക്കിട്ടുപോയി. സഞ്ജീവനിഗിരിയിലെത്തിയ ശേഷം ഔഷധമന്വേഷിക്കുന്നു. ആ കുന്നിൽ ചുറ്റുവളർന്ന സസ്യങ്ങളുടെ ഇടയിൽ അത് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സമയം പോയിക്കൊണ്ടിരുന്നു. മടക്കയാത്ര വളരെ വൈകിയിരിക്കുന്നു. രാമാജ്ഞയുടെ അടിയന്തര സ്വഭാവം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ താമസിച്ചില്ല. ഹനുമാൻ ആ കുന്നു പറിച്ചെടുത്ത് കൈത്തലത്തിലാക്കി വായുവിലൂടി തിരികെ പറന്നു. ലങ്കയിലേക്കുള്ള വഴിക്ക് അദ്ദേഹത്തിന് അയോധ്യനഗരിയുടെ മുകളിലൂടെ കടന്നുപോകേണ്ടതുണ്ടായിരുന്നു. അത് രാത്രി സമയം ആയിരുന്നു. ഭരതൻ ഏകാഗിയായി പരിതാപത്തിൽ മുഴുകിയിരിക്കുന്നു. അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല. ജ്യേഷ്ഠനെപ്പറ്റിയും അദ്ദേഹത്തിന്റെ വനജീവിതത്തെപ്പറ്റിയും അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ചന്ദ്രിക ഒരു നിഴൽ കൊണ്ട് മറയ്ക്കപ്പെട്ടതായി കണ്ടു. ഹനുമാന്റെ നിഴലായിരുന്നത്. ഏതോ ദുഷ്കൃത്യത്തിന്റെ നിർവഹണത്തിനുവേണ്ടി വേഷപ്രച്ഛന്നനായി പോകുന്ന ഒരു രാക്ഷസനായിരിക്കണം അതെന്ന് ഭരതൻ അനുമാനിച്ചു. ആ ദുഷ്പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പായി അവനെ നശിപ്പിക്കണമെന്ന് ഭരതൻ തീരുമാനിച്ചു. വില്ലെടുത്ത് അമ്പുതൊടുത്തു. ഞാൻ ചെവിവരെ വലിച്ച് ലക്ഷ്യത്തിലേക്ക് വിട്ടു. അടുത്ത നിമിഷം ഹനുമാനിൽ നിന്നും രാമ എന്ന തുളച്ചുകയറുന്നൊരു വിലാപം പുറപ്പെട്ടു. ഈ നാമം ചെവിയിൽ പതിച്ചതുകൂടി ഭരതൻ ഞെട്ടി എഴുന്നേറ്റ് നിലംപതിച്ച വാനരന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. ഹനുമാനിൽ നിന്നും അദ്ദേഹം കാര്യമെല്ലാം മനസ്സിലാക്കി. അദ്ദേഹം ശോകാധീനനായി. അദ്ദേഹം ഹനുമാനെ ആലിംഗനം ചെയ്തു. തന്റെ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയിൽ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഭരതൻ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ കൂടി ഞാൻ രാമനെ ആരാധിക്കുകയും ഞാൻ ആ മാർഗ്ഗത്തിൽ നിന്നു വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തത് സത്യമാണെങ്കിൽ ഈ വാനരന് അദ്ദേഹത്തിന്റെ ആദ്യമുള്ള ആരോഗ്യവും ശക്തിയും ലഭിക്കട്ടെ. ഇത്രയും അഗാധമായി ഭരതൻ വിലപിക്കുകയും ഉറപ്പായ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തപ്പോൾ ഹനുമാൻ വേദനയിൽ നിന്നും വിമുക്തനായി. നവമായ ഉന്മേഷത്തോടും സ്വാതന്ത്ര്യത്തോടുകൂടി എഴുന്നേറ്റുനിന്നു. അനന്തരം ഭരതന്റെ ആത്മാർത്ഥതയെ പരിശോധിക്കണമെന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പ്രഭുവും സ്വാമിയുമായ രാമൻ ജയിക്കട്ടെ. രഘുവംശത്തിലെ പ്രഭു ജയിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ഭരതന്റെ ഹൃദയത്തിൽ കഠിനവേദനയുണ്ടായി. അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം അഭ്യർത്ഥിച്ചു, ഹേ വാനരപ്രഭുവാ, സീതയും രാമനും ലക്ഷ്മണനും സുഖം തന്നെയല്ലേ? എന്റെ അമ്മ സീത അവർ സന്തുഷ്ടയാണോ? ഉന്മേഷവതിയാണോ? അടുത്തില്ലാത്ത സീതയെയും സഹോദരന്മാരെയും സ്മരിച്ചപ്പോൾ ഭരതൻ ആനന്ദബാഷ്പം പൊഴിച്ചു. ഇത് കേട്ടപ്പോൾ ഹനുമാൻ സന്ദർഭങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. ഈ വിവരണം കേട്ട് ഭരതൻ ദുഃഖാകുലനായി. ലക്ഷ്മണൻ പടക്കളത്തിൽ വീണെന്ന് കേട്ടപ്പോൾ ഭരതൻ ബോധം കെട്ട് നിലംപതിച്ചു. വേഗതന്നെ ബോധം തിരിച്ചുകിട്ടി. അനന്തരം അദ്ദേഹം എഴുന്നേറ്റു പറഞ്ഞു, ഹനുമാൻ, എന്റെ ബുദ്ധിശൂന്യമായ പ്രവർത്തനം ക്ഷമിക്കൂ. ഇനിയും താമസിക്കരുത്. ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്ന ഔഷധമുള്ള സഞ്ജീവനിക്കുനിയുമായി അതിവേഗം പോകൂ. ഹനുമാൻ ഭരതന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് കുന്തമെടുത്തുയർത്തി കൈത്തലത്തിൽ വെച്ച് ചക്രവാളത്തിലേക്ക് പറന്നുയർന്നപ്പോൾ ദൃഷ്ടിയിൽ നിന്ന് മറയുന്നതുവരെ കണ്ണുമയക്കാതെ ഭരതൻ നോക്കി നിന്നു. രാമനെ സംബന്ധിച്ച ചില വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷിച്ചു. പക്ഷേ സീതയുടെയും ലക്ഷ്മണന്റെയും സ്ഥിതിയോർത്തപ്പോൾ ശോകാകുലനായി. ഹൃദയഭാരത്തോടുകൂടി അദ്ദേഹം ഗൃഹത്തിലേക്ക് ചെന്ന് ഈ കഥകളെല്ലാം അമ്മാരെ അറിയിച്ചു. ലക്ഷ്മണന്റെ അമ്മ സുമിത്ര കുറച്ചുനേരത്തോളം ദുഃഖപരവശയായിരുന്നെങ്കിലും വേഗം മനസ്സാന്നിധ്യം വീണ്ടെടുത്തു. തന്റെ മകനടുത്ത് രാമനുണ്ടെന്ന് ഓർമ്മിച്ച് ആശ്വസിച്ചു. അവർ പൊടുന്നനെ പറഞ്ഞു, എനിക്കു പിറന്ന പുത്രൻ അവന്റെ ജീവൻ തന്നെ രാമന്റെ സേവനത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് എനിക്കു മതിയായ ആശ്വാസം. അതെനിക്ക് വലിയ സംതൃപ്തി നൽകുന്നു. എന്റെ ജീവിതം സഫലമായിരിക്കുന്നു. ലക്ഷ്മണന്റെ വിധിയെപ്പറ്റി രാമൻ ദുഃഖിക്കേണ്ടിവരുമെന്നതിലാണ് എനിക്കുള്ളുലക്കം. ലക്ഷ്മണന്റെ അവസ്ഥ രാമനെ വേദനിപ്പിക്കും. ഭ്രാതാവിൽ നിന്നുള്ള വിരഹം അദ്ദേഹത്തിന് ശോകഹേതുവാകും. മകനെ ശത്രുഘ്ന, രാമനു സമീപം ചെല്ലൂ. ഉടൻ ശത്രുഘ്നൻ അതിന് സന്നദ്ധനായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിലും വലിയ ഒരു മഹാഭാഗ്യമുണ്ടാവാനുണ്ടോ? പക്ഷെ ഭരതൻ അദ്ദേഹത്തെ തടഞ്ഞു. രാമനിൽ നിന്നും പ്രത്യേകം കൽപ്പനയില്ലാതെ നീ പോകാൻ എനിക്കനുവദിക്കാനാകില്ല. ഭരതൻ ശത്രുഘ്നനെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമൻ അതിഷ്ടപ്പെട്ടെന്നുവരും. അവിടുത്തെ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് എപ്പോഴും നന്ന്. ഈ സമയം ലങ്കയിൽ രാമൻ ലക്ഷ്മണനെ കാത്തുസൂക്ഷിക്കുകയായിരുന്നു.
സായാഹ്നവും രാത്രിയും മധ്യരാത്രിയുമായി ദിവസം ഉരുണ്ടുരുണ്ടുപോയി. വാനരന്മാർ രാമനു ചുറ്റും കുത്തിയിരിക്കുകയാണ്. രാമൻ സാധാരണ മനുഷ്യനായി അഭിനയിച്ചുകൊണ്ട് ഹനുമാൻ വരാൻ വൈകുന്നതിൽ ഉത്കണ്ഠ പ്രദർശിപ്പിച്ചു. ഇപ്പോൾ പാതിരായായി. ഹനുമാൻ വരുന്നതിന് യാതൊരു ലക്ഷണവും കാണുന്നില്ലല്ലോ. മാരുതിക്ക് വഴി തെറ്റിയിരിക്കുമോ? ലക്ഷ്മണൻ അപകടകരമായ നിലയിൽ ഇപ്പോഴും ബോധം കെട്ടുകിടക്കുകയാണ്. അദ്ദേഹം ലക്ഷ്മണന്റെ മുഖം പിടിച്ച് തന്റെ നേർക്കാക്കി ബാഷ്പാകുലമായ വാത്സല്യത്തോടെ കൂടി പറഞ്ഞു, അനുജാ, കണ്ണു തുറക്കൂ. എന്നെ നോക്കൂ. എന്നെ നോക്കാതെ ഇത്രയും നേരം നീ ഇരുന്നിട്ടില്ലല്ലോ. നീ കൺപോള പോലും കൂട്ടാതെ വിശ്രമമില്ലാതെ ഇക്കാലമത്രയും എന്നെ കാത്തു. നിന്റെ ഈ നിശബ്ദത ഞാനെങ്ങനെ സഹിക്കും? ഇന്നലെ മുതൽക്കിങ്ങോട്ട് നിന്റെ ഈ മൃദുഭാഷണങ്ങളെക്കൊണ്ട് എന്നെ സന്തുഷ്ടനാക്കാൻ ആരുമില്ലാതിരിക്കുന്നു. കേവലം മനുഷ്യരെപ്പോലെ രാമൻ വിലപിച്ചു. അനുജ, എനിക്കുവേണ്ടി നീ അച്ഛനമ്മമാരെയും ഭാര്യയെയും ഉപേക്ഷിച്ചു. എനിക്കായി വനജീവിതം സ്വീകരിച്ചു. ഇതൊന്നും ചെയ്യേണ്ട യാതൊരാവശ്യവും നിനക്കില്ലായിരുന്നു. നിന്റെ കഷ്ടപ്പാടുകളെപ്പറ്റി നീ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല. നിന്റെ പ്രകൃതി സരളവും മധുരവുമാണ്. പക്ഷേ എന്റെ ആവശ്യത്തിനുവേണ്ടി നീ കഠിനവെയിലുകൊണ്ടും മഴനനഞ്ഞു മണ്ണിൽ വിറച്ചു. നീ യഥാസമയം ഭക്ഷണം കഴിച്ചിരുന്നില്ല. കാരണം നിനക്ക് യഥാസമയം എന്നൊന്നില്ലായിരുന്നു. നീ ശേഖരിച്ചുകൊണ്ടുവന്ന ഭക്ഷണവസ്തുക്കളെ എനിക്ക് തന്നു. പലപ്പോഴും നീ വെറും നിലത്ത് ഒഴിഞ്ഞ വയറുമായി കിടന്നതും ഞാനറിയാത്തതല്ല. അനുജ, നീണ്ട 12 മണിക്കൂറായി ഞാൻ നിന്നിൽ നിന്നുള്ള സ്നേഹപൂർണമായ പരിചരണം ലഭിക്കാതിരിക്കുകയാണ്. നീയത് മനസ്സിലാക്കുന്നില്ലേ? ലക്ഷ്മണ, ഒന്ന് കണ്ണു തുറക്കൂ. എന്നെ നോക്കൂ. അതാണെനിക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യം. രാമൻ അനുഭവിക്കുന്ന കഠിനവേദന കണ്ട് വാനരന്മാരും കരഞ്ഞു. അവരിൽ അനേകം പേർ കുന്നിൻമുകളിലെ വൃക്ഷാഗ്രങ്ങളിൽ കയറി ഹനുമാൻ മടങ്ങിവരുന്ന ലക്ഷണങ്ങളുണ്ടോ എന്നറിയാൻ ദൂരത്തേക്ക് ദൃഷ്ടി നട്ടിരുന്നു. ഉടനെ സഞ്ജീവനിഗിരിയുമായി ഹനുമാനെ കാനായി. കരുണാർദ്ര തയുടെ തേജസ്സുകൊണ്ട് സ്നേഹാർദ്രമായ ധൈര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഹനുമാൻ ഭൂമിയിലിറങ്ങി വാനരന്മാരുടെ ഇടയിലേക്ക് ചെന്നു. വാനരന്മാർ ജയ ജയ എന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കി. അവർ പറഞ്ഞു, താങ്കൾ പുലരുന്നതിനു മുമ്പ് എത്തിയിരുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം കടലിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു. കാരണം ലക്ഷ്മണനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. താങ്കൾ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഔഷധവീര്യമുള്ള ചെടികൾ വളർന്നു നിൽക്കുന്ന കുന്നുമായി ഹനുമാനെ കണ്ടപ്പോൾ രാമന്റെ സന്തോഷം അമേയമായിരുന്നു. സുഷേണൻ ഉടൻ തന്നെ ആവശ്യമുള്ള ഔഷധങ്ങൾ തയ്യാറാക്കിയെടുത്തു. വിശാലകരണി, സന്ധാനകരണി, സുവർണകരണി, സഞ്ജീവനകരണി എന്നിവ ലക്ഷ്മണനെ സേവിപ്പിച്ചു. ഉടനെ ലക്ഷ്മണൻ എഴുന്നേറ്റിരുന്നു. സമ്പൂർണ്ണ ബോധാവസ്ഥയിൽ. രാമൻ ആനന്ദാധീനനായി. അവിടുന്ന് അനുജനെ ആശ്ലേഷിച്ച് വാത്സല്യപൂർവ്വം തലോടി. രാമൻ വികാരത്തോടെ പറഞ്ഞു, അനുജ, അനുജ, ഇത്രയും സമയം നീ എവിടെയായിരുന്നു? രാമന്റെ കണ്ണുകളിൽ ആനന്ദത്തിന്റെയും കൃതജ്ഞതയുടെയും ബാഷ്പം നിറഞ്ഞ് ഒഴുകി. അവിടുന്ന് ബ്രഹ്മാനന്ദ സമാനമായൊരു സന്തോഷത്തിൽ ആമഗ്നനായി. ഈ സമയം സഞ്ജീവനഗിരിയിൽ നിന്നും ഔഷധച്ചെടികളിൽ തട്ടിയടിച്ച കാറ്റേറ്റ് പോർക്കളത്തിൽ മൃതയടഞ്ഞു വീണ വാനരന്മാരൊക്കെ ജീവിച്ചെഴുന്നേറ്റു. ഇതുകണ്ട് വാനരന്മാരെല്ലാം അതീവ സന്തുഷ്ടരായി ആനന്ദനൃത്തം ചെയ്തു. ജീവിച്ചെഴുന്നേറ്റ സഖാക്കളെയും ബന്ധുജനങ്ങളെയും ആലിംഗനം ചെയ്തു. രാമൻ സുഷേണന് വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകി. അദ്ദേഹത്തിനെതിരായി രാവണൻ ആസൂത്രണം ചെയ്തേക്കാവുന്ന ഏതു പ്രതികാരപ്രവർത്തനത്തിൽ നിന്നും താൻ രക്ഷിക്കുമെന്ന് സുഷേണൻ ഉറപ്പുകൊടുത്തു. അദ്ദേഹത്തെയും വസതിയെയും വീണ്ടും ലങ്കയിൽ തന്നെ സംസ്ഥാപിക്കുന്നതിന് ഹനുമാനോടാവശ്യപ്പെട്ടു. ലക്ഷ്മണനും വാനരന്മാർക്കും വേണ്ടി ചെയ്ത സേവനത്തിന്റെ സ്മാരകമായി സഞ്ജീവനഗിരി അദ്ദേഹത്തിന്റെ വസതിക്കടുത്ത് സ്ഥാപിക്കുന്നതിനും രാമൻ ഹനുമാന് നിർദ്ദേശം നൽകി. ഹനുമാൻ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ പുകഴ്ത്തി തന്റെ സ്വാമിയുടെയും സഖാക്കളുടെയും ജീവനെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. അനന്തരം സുഷേണനെയും അദ്ദേഹത്തിന്റെ ഗൃഹവും ഔഷധപ്പൊടികളുമുള്ള കുന്നും ലങ്കയിൽ സുരക്ഷിതമായി ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. അടുത്ത ദിവസം പുലർന്നു. രാക്ഷസന്മാരുടെ താവളത്തിൽ നിന്നും യുദ്ധവാദ്യത്തിന്റെ ശബ്ദമുഴങ്ങി. വാനരന്മാർ വികാരാവിഷ്ടരും ആകാശാംക്ഷാഭരിതരുമായിത്തീർന്നു. അവർ തങ്ങളുടെ രക്ഷകർത്താവും മാർഗദർശിയുമായ രാമനിൽ നിന്നും ശക്തി സംഭരിച്ച് യുദ്ധമാരംഭിക്കാൻ അക്ഷമരായി തുള്ളിച്ചാടി. അന്നത്തെ ശത്രുസേനാ നായകൻ ധൂമാക്ഷനായിരുന്നു. അദ്ദേഹം അതിധീരമായി പോരുതി. പക്ഷെ പെട്ടെന്ന് ഹനുമാനാൽ വധിക്കപ്പെട്ടു. പിന്നെ അകമ്പൻ തൽസദാനമേറ്റെടുത്ത് രാക്ഷസ സൈന്യത്തിന്റെ നായകത്വം വഹിച്ചു. അയാൾ അതിഭയകരമായി യുദ്ധം ചെയ്തു. വാനരസേനയുടെ നായകത്വം വഹിച്ചുകൊണ്ട് അംഗദനായിരുന്നു അകമ്പനെ നേരിട്ടത്. അന്നുതന്നെ അംഗദൻ ആ രാക്ഷസസേനാധിപനെ വധിച്ചു. പ്രഹസ്തൻ വലിയ കോലാഹലത്തോടുകൂടി പടക്കളത്തിലേക്ക് പാഞ്ഞെത്തി. അവനെ നേരിട്ടത് നീലനാണ്. രാമനാമം എന്നതേക്കാളും
കൂടുതൽ തീവ്രമായി സ്മരിച്ചുകൊണ്ട് അദ്ദേഹം അതിഘോരമായി യുദ്ധം ചെയ്തു. ഭീകരമായ ശൂരതയോടെ നീലൻ പ്രഹസ്തന്റെ മേൽ ചാടിവീണ് ആ സേനാനായകനെ കൊന്നു. മഹോദരനാണ് പിന്നീട് എത്തിയത്. അതിഭയകരമായ ഗംഭീരഗർജനത്തോടെ ഹനുമാൻ അവന്റെ മേൽ ചാടിവീണു. പൊരിഞ്ഞ യുദ്ധത്തിനു ശേഷം ഹനുമാൻ മഹോദരനെ തുണ്ടം തുണ്ടമാക്കി. അടുത്ത 5 ദിവസങ്ങളിൽ കുംഭകർണന്റെ മക്കളായ കുന്ദനും നിക്കുന്ദനും അതിശക്തമായ സേനാവ്യൂഹത്തിന്റെ നായകത്വം വഹിച്ചുകൊണ്ട് യുദ്ധം തുടർന്നു. പക്ഷെ 6-ാം ദിവസം ആ 2 സഹോദരന്മാരും വീരസ്വർഗം പ്രാപിച്ചു. തങ്ങളുടെ സൈന്യങ്ങൾക്ക് തുടർച്ചയായി നാശം സംഭവിക്കുന്നത് കണ്ട് ലങ്കയിലെ രാക്ഷസന്മാരിൽ പരിഭ്രാന്തി പടർന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാനായി അവർ വല്ലയിടത്തും ഒളിക്കുവാൻ പാടുപെടുകയായിരുന്നു. പലരും കീഴടങ്ങി വാനരന്മാരുടെ പാളയങ്ങളിൽ അഭയം പ്രാപിച്ചു. അവരെല്ലാം രാവണനെ കുറ്റം പറഞ്ഞ് കഠിനമായി ശകാരിച്ചു. മറ്റു ചിലർ മണ്ഡോദരി രാജ്ഞിയെ സമീപിച്ചു ഈ ആപത്ത് അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. രാവണൻ ഇതു സാഹസിക പ്രേരണകൾക്ക് വംശവധനായതിൽ അവരും ദുഃഖിച്ചിരുന്നു. യുദ്ധത്തിൽ നിന്നും രാവണനെ പിന്തിരിപ്പിക്കാൻ അവരും ശ്രമിക്കുകയുണ്ടായി. യുദ്ധം തുടർന്നു. അതിപരാക്രമിയായ മകരാക്ഷന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം വാനരന്മാരെ ആക്രമിച്ചു. ലക്ഷ്മണൻ മകരാക്ഷനെ നേരിട്ടു. താമസിയാതെ അദ്ദേഹം മകരാക്ഷനെ വധിച്ചു. നിമിഷത്തിനകം ഇത്ര വലിയ വിജയം കൈവന്നതു കണ്ടപ്പോൾ വാനരന്മാർ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അവർ ജയജയ എന്നുടഘോഷിച്ചു. അജയ്യരായിരുന്ന സേനാനായകന്മാർ ഓരോരുത്തരായി രണഭൂമിയിൽ മരിച്ചുവീണുവെന്നറിഞ്ഞപ്പോൾ രാവണൻ വിലപിച്ചു. സോദരനായ കുംഭകർണൻ ഉറങ്ങിക്കിടക്കുന്നിടത്ത് രാവണൻ ഓടിച്ചെന്നു. അദ്ദേഹത്തെ ഉണർത്താൻ വലിയ സന്നാഹമൊരുക്കി. ഒരു വലിയ സംഘം രാക്ഷസന്മാർ അദ്ദേഹത്തിന്റെ ചെകിടിനടുത്ത് അത്യുച്ചത്തിൽ പെരുമ്പറ മുഴക്കി. രാവണന്റെ ആവശ്യപ്രകാരം ശതക്കണക്കിന് ഗുസ്തിക്കാർ വന്നു നിദ്രാധീനനായ കുംഭകർണന്റെ ശരീരത്തിലിടിച്ചു. 100 മല്ലന്മാർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഷ്ടിപ്രഹരം നടത്തിനോക്കി. അനേകം രാക്ഷസന്മാർ കൂറ്റൻ ഗദകളെക്കൊണ്ട് അദ്ദേഹത്തിന്റെ തുടകളിന്മേൽ അടിച്ചു. ഒടുവിൽ അദ്ദേഹം കണ്ണു തുറന്നു ചുറ്റും നോക്കി. രാവണൻ തന്റെ നിരാശ അദ്ദേഹത്തെ അറിയിച്ചു. തന്റെ 2 പുത്രന്മാരും കൊല്ലപ്പെട്ട കഥ പറഞ്ഞു. അതുകേട്ടപ്പോൾ പ്രതികാരം ചെയ്യാനായി അദ്ദേഹം എഴുന്നേറ്റുനിന്നു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാശകർത്താവായ കാലന്റെ മൂർത്തിമദ്ഭാവമായി ആ മഹാവീരൻ കാണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, വിഡ്ഢി, നിനക്കെപ്പോഴെങ്കിലും വിജയം കൈവരിക്കാനാവുമോ? വിശ്വമാതാവായ സീതയെ അപഹരിച്ചുകൊണ്ടുവരാവുന്ന പാപം നീ ചെയ്തു. നീ സ്വയം കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ഈ ദുഷ്കൃത്യം ക്ഷമിക്കാനാവാത്ത മഹാപരാധമാണ്. ഈ ദുഷ്പ്രവൃത്തി ലങ്കയ്ക്കുതന്നെ നാശം വരുത്തിയിരിക്കുന്നു. മിഥ്യാഭിമാനം കൂടുന്നതുകൊണ്ട് ഇനിയെങ്കിലും രാമൻ കീഴടങ്ങൂ. രാജ്യത്തെയും ധർമ്മത്തെയും നിലനിർത്തുകയും അധർമ്മത്തെ അടിച്ചമർത്തുകയും ചെയ്യാനുത്തരവാദിത്വമുള്ള ഭരണകർത്താവ് നീതിയും സദാചാരവും വലിച്ചെറിഞ്ഞ് പരതാരങ്ങളെ അപഹരിക്കുകയെന്ന മഹാപാപം ചെയ്യുമോ? ഇതിന് ധർമ്മശാസ്ത്രത്തിന്റെ അംഗീകാരമുണ്ടോ? ആധ്യാത്മിക പുരോഗതിക്ക് ഉതകുന്ന കൃത്യമാണോ ഇത്? നിന്റെ കർമ്മങ്ങളുടെ ഫലങ്ങൾ നീ അനുഭവിച്ചേ തീരൂ. രാവണ, രാമൻ സാധാരണ മനുഷ്യനല്ല. നമ്മുടെ സഹോദരി ശൂർപ്പണഖ കാമഭ്രാന്തിൻ വശഗതയായി തന്റെ സ്വാർത്ഥതാൽപര്യം നിറവേറ്റാൻ ശ്രമിച്ചു. അതിന്റെ ഫലം അവൾ അനുഭവിക്കുകയും ചെയ്തു. അവൾ നിന്റെ വാസനയ്ക്ക് തിരികൊളുത്തി ഈ അപരിഷ്കൃതമായ അപരാധം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചു. നിന്ദ്യമായൊരു സ്ത്രീയുടെ വാക്കുകൾ കേട്ട് നീ നിന്റെ വിവേകമെല്ലാം വലിച്ചെറിഞ്ഞ് നിന്റെ കർമ്മങ്ങളുടെ ഫലമായിത്തന്നെ ഈ കൊടും വിപത്ത് തലയിൽ വലിച്ചുകിട്ടി. കുംഭകർണൻ ഇത് സ്വീകരിക്കാനുള്ള ഭാവത്തിലായിരുന്നില്ല രാവണൻ. രാവണൻ അഭ്യർത്ഥിച്ചു, ഈ ആപത്തിൽ എന്നെ വിട്ടുകളയരുത്. നമ്മുടെ സൈന്യത്തെയെല്ലാം ഒന്നിച്ചുകൂട്ടി അതിന്റെ നായകത്വം വഹിച്ച് യുദ്ധത്തിന് പുറപ്പെടൂ. എന്റെ ജീവൻ രക്ഷിക്ക്. രക്ഷപ്പെടാൻ മാർഗം കാണാതെയും സഹോദരനോടുള്ള സ്നേഹത്തിന് അധീനനായും കുംഭകർണൻ യുദ്ധസന്നദ്ധനായി. വലിയ കുട്ടകളിലും മാംസകൂമ്പാരവും അദ്ദേഹത്തിനു മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു. അവ പ്രാതലിലായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം വാരിവിഴുങ്ങി കുംഭകർണൻ അടർക്കളത്തിലേക്ക് നടന്നു. അദ്ദേഹം യുദ്ധത്തിനായി വരുന്നത് കണ്ടപ്പോൾ അനുജനായ വിഭീഷണൻ രാമന്റെ പാളയത്തിൽ നിന്നും ഓടിച്ചെന്ന് വിനയാന്വിതനായി കുംഭകർണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എഴുന്നേറ്റുനിന്ന് അദ്ദേഹം പേര് പറഞ്ഞ ആളെ അറിയിച്ചു. കുംഭകർണൻ ആനന്ദം കൊണ്ട് തെളിഞ്ഞു. പ്രേമപുരസ്സരം അനുജനെ ആശ്ലേഷിച്ചു. വിഭീഷണനാണ് ആദ്യം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠ, രാവണൻ എന്നെ പരസ്യമായി അപമാനിച്ചു. സഭ്യതലത്തിൽ നിന്നും എന്നെ ചവിട്ടിപ്പുറത്താക്കി. ഈ കാര്യത്തിന്റെ നാനാവശങ്ങളും പര്യാലോചിച്ച് പല വഴികളും ഞാൻ അദ്ദേഹത്തിന് ഉപദേശിച്ചു. അദ്ദേഹം എന്റെ ഉപദേശം തള്ളി. ശക്തിഭ്രാന്തരും വിഡ്ഢികളുമായ മന്ത്രിമാരുടെ അഭിപ്രായങ്ങളെ സ്വീകരിച്ചു. അസഹ്യമായ ആഭാസങ്ങൾ എന്റെ നേരെ വിളിച്ചു പറഞ്ഞു. ഇവയൊക്കെ എല്ലാവരും കേൾക്കെയാണ് പറഞ്ഞത്. എനിക്ക് അതുകൊണ്ടുണ്ടായ നാണക്കേട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ രാമൻ കീഴടങ്ങി. ഞാൻ നിരപരാധിയും നിസ്സഹായനുമാണെന്നറിഞ്ഞ് അദ്ദേഹം എന്നെ സ്വീകരിക്കുകയും എനിക്ക് അഭയം തരികയും ചെയ്തു. ഇതു കേട്ട് കുംഭകർണൻ മറുപടി പറഞ്ഞു, ശരി അനുജ,
മൃത്യുവിന്റെ നിഴൽ രാവണന്റെ മേൽ വീണുകഴിഞ്ഞു. പിന്നെങ്ങനെ അവൻ ഉപദേശങ്ങൾ കേൾക്കാൻ തോന്നും? തീർച്ചയായും നീ ജീവിതലക്ഷ്യം സാധിക്കുന്നതിന് ശരിയായ മാർഗമാണ് അവലംബിച്ചത്. നീ ഇപ്പോൾ വിഭീഷണനല്ല, രാക്ഷസവംശത്തിന്റെ വിഭൂഷണനാണ്. രഘുരാജവംശത്തിന്റെ മകുടവും ആനന്ദസാഗരവുമായ രാമനെ ഇത്രയും ഗാഢമായി സേവിക്കമൂലം നീ രാക്ഷസവംശത്തെ പവിത. സഹോദരാ, പോകൂ, അദ്ദേഹത്തെ ആത്മാർത്ഥതയോടെ സേവിക്കൂ. എനിക്ക് വരാനിരിക്കുന്ന വിധിയെ തെല്ലും പരിഗണിക്കാതെ ഞാൻ യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ഞാനും മരണത്തെ സമീപിക്കുകയാണ്. എന്റെ ഹൃദയം അവനോടൊനിച്ചല്ല എന്ന് രാവണനറിയും. ഈ കക്ഷിയോടോ ആ കക്ഷിയോടോ കൂറും ഭക്തിയും ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത്. രാമനെ പൂർണ്ണഭക്തിയോടെ സേവിക്കൂ. ഈ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ട് വിഭീഷണൻ രാമന്റെ സന്നിധിയിലേക്ക് മടങ്ങി. അദ്ദേഹം രാമനോട് പറഞ്ഞു, പ്രഭോ, ആ പർവ്വതം പോലുള്ള രാക്ഷസൻ കുംഭകർണനാണ്. അതിഭീകരനും അതുലപരാക്രമിയും ആനദ്ദേഹം. അദ്ദേഹം അങ്ങുമായി യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. വാനരന്മാർ ഈ വാക്കുകൾ കേട്ടപ്പോൾ ക്രോധാഗ്നിസ്ഫുലിംഗങ്ങൾ പുറപ്പെടുവിച്ച് ഹനുമാന്റെ നേതൃത്വത്തിൽ ശത്രുസൈന്യത്തിനുമേൽ ചാടിവീണു. അവർ കൂറ്റൻ മരങ്ങളും ഉഗ്രൻ പാറക്കല്ലുകളും അദ്ദേഹത്തിന്റെ നേരെ എറിഞ്ഞു. പക്ഷേ കുംഭകർണൻ അനങ്ങാതെ ഒരു ഭാവഭേദവുമില്ലാതെ സ്ഥിരതയോടെ നിന്നു. ഉന്മാദം പിടിച്ച ഗജവീരനെ കൺപുരികം കൊണ്ടടിക്കാത്തതുപോലെയായിരുന്നു കുംഭകർണൻ ഈ വാനരാക്രമണം അനുഭവപ്പെട്ടത്. ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് ഹനുമാൻ മുഷ്ടി ചുരുട്ടി ഉഗ്രമായൊരടി കൊടുത്തു. അട്ടേറ്റ് കുംഭകർണൻ ഒന്നുലഞ്ഞു. അതിൽ നിന്നും വിമുക്തനായ ആ മഹാബലശാലി തിരിച്ചൊരടി കൊടുത്ത് ഹനുമാനെ നിലംപതിപ്പിച്ചു. നളനും നീലനും യുദ്ധം ചെയ്യാൻ കൂട്ടത്തിൽ കൂടി. അവർക്കും കുംഭകർണന്റെ ശക്തി തടുത്തു നിർത്താൻ കഴിഞ്ഞില്ല. വാനരക്കൂട്ടത്തിൽ ഭയമായി തുടങ്ങി. മഹാശക്തനായ ആ രാക്ഷസപ്രഭുവിനോട് സുഗ്രീവനും അംഗദനും പരാജിതരായി വീണുകഴിഞ്ഞിരുന്നു. ഒടുവിൽ കുംഭകർണൻ സുഗ്രീവനെ കക്ഷത്തിലൊതുക്കി പടക്കളത്തിൽ നിന്നും കൊണ്ടു.